ISLന്റെ 2024-25 സീസൺ അവസാനിക്കുമ്പോൾ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. ഇതോടെ പ്ലേ ഓഫിൽ എത്താതെ അവർ പുറത്താവുകയും ചെയ്തു. 3 സീസണുകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സീസണിന്റെ ഇടയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ പുറത്താക്കുന്നതും ഇക്കുറി ഫുട്ബോൾ ലോകം കണ്ടു. പ്രകടനങ്ങൾ മോശമായ സാഹചര്യത്തിൽ സ്വീഡിഷ് പരിശീലകൻ മിക്കായൽ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിൽ നിന്ന് പുറത്താക്കിയത്. സ്റ്റാറയ്ക്ക് കീഴിൽ 16 കളികളിൽ 5 വിജയങ്ങൾ മാത്രമാണ് മഞ്ഞപ്പട നേടിയത്. ഇപ്പോൾ ഇതാ അടുത്ത സീസണ് മുന്നോടിയായി പുതിയ പരിശീലകനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചെന്ന് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിചയസമ്പത്തുള്ള പരിശീലകരെയാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്നും കുറച്ച് പരിശീലകർ അടങ്ങുന്ന ചുരുക്കപ്പട്ടിക അവർ തയ്യാറാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച പരിശീലകനായ ഇവാൻ വുക്കമനോവിച്ചിന്റെ പേരും ഈ ലിസ്റ്റിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ചതും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്തതും ഇവാൻ വുക്കമനോവിച്ചാണ്. 2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ഇവാൻ തുടർച്ചയായ 3 സീസണുകളിൽ മഞ്ഞപ്പടയെ പ്ലേ ഓഫിൽ എത്തിച്ചു. 2023-24 സീസണിന് ശേഷം പരസ്പര ധാരണയോടെയാണ് ക്ലബും ഇവാനും തമ്മിൽ വേർപിരിഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്ന പരിശീലകനാണ് ഇവാൻ വുക്കമനോവിച്ച്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും മഞ്ഞപ്പടയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുമ്പോൾ ആരാധകർക്ക് വലിയ ആവേശമുണ്ട്. വുക്കമനോവിച്ചിന് പുറമെ മൊളീന, അന്റോണിയോ ലോപ്പസ് ഹബാസ്, സെർജിയോ ലൊബേറ, ഡെസ് ബക്കിംഗ്ഹാം എന്നിവരുടെ പേരുകളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ അഭ്യൂഹങ്ങളിൽ ക്ലബ്ബ് ഔദ്യോഗിക പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയെന്നും അതിനിടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിലും ക്ലബ്ബ് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് സൂചനകൾ. തായ് ലീഗിൽ മുവാങ്ടോങ് യുണൈറ്റഡിന്റെ കോച്ചായ ജിനോ ലെറ്റിയേറിയാണ് സാധ്യതാ പട്ടികയിലുള്ളത്. സൂപ്പർ കപ്പിന് മുൻപ് തന്നെ പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് അടുത്ത ISL സീസണിൽ പുതിയ ടീമിനെ ഒരുക്കാനാണ് ആലോചന. ഫുട്ബോൾ ലോകത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും കാണാം. ബൈ.